ഇങ്ങനെ തന്നെ അന്ത്യനാളിൽ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമെന്ന് അപ്രകാരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നിബിതങ്ങൾ ഇതാ മദീനത്തെ ഹുജറയിൽ നിന്ന് വെളിക്ക് വന്നിരിക്കുന്നു. നിബിതങ്ങൾക്ക് വേണ്ടിയതാ ജിബ്രീൽ ബുറാഖിനെ കൊടുക്കുന്നു. മീകായിൽ അലൈഹിസ്സലാം ഹാജുൽ കറാമ പിടിച്ചിരിക്കുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം 70 വസ്ത്രങ്ങൾ പിടിച്ചിരിക്കുന്നു. അസ്റായിൽ അലൈഹിസ്സലാം ലിവാഉൽ ഹംദ് പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയ ഘനമുള്ളതാണ്, ഭാരമുള്ളതാണ്. ആരംഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീലിന്റെ കൽപ്പന, എന്റെ ഹബീബേ അങ്ങേ കൊണ്ട് ചെല്ലാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ബുറാഖ് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ബുറാഖിന്റെ പുറത്ത് കയറിയാൽ ബുറാഖ് തങ്ങളെ എത്തിക്കേണ്ടിടത്തെത്തിക്കും. മിറാജിന്റെ രാവിലെ ബുറാഖിന്റെ വരവ്, മിറാജിന്റെ രാവിലെ ബുറാഖിന്റെ പുറത്തെ യാത്ര. ബുറാഖ് അന്ന് പോയ യാത്രയും ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ. ഇവിടെയും പോകുന്ന യാത്ര അവസാനത്തെ ലോകാവസാനത്തിന്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒന്നാമത്തെ യാത്രയും മദീനത്തെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ പാറയിലേക്കാണ്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി ബുറാഖിന്റെ പുറത്ത് പോകുന്നത്. നിബിതങ്ങൾ ബുറാഖിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ തന്നെ ബുറാഖ് പറയും, മുഹമ്മദ് അന്നബിയുൽ ഹാശിമിയുൽ അബ്തഹി, ഹാശിം വംശജനായ മക്കക്കാരനായ നബിക്ക് വേണ്ടിയല്ലാതെ എന്റെ പുറത്തൊരുക്കപ്പെട്ടിട്ടില്ല, മറ്റാരും കയറാനാവില്ല. ഇറക്കുകയാണ് ഖുർആൻ. ഞാൻ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ മുഹമ്മദ് എന്ന് മുസ്തഫ നബി തങ്ങൾ പറയുമ്പോഴേക്ക് സന്തോഷത്തോടുകൂടെ ബുറാഖ് നബി തങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ചു കൊടുക്കുന്നു. ആ ബുറാഖിന്റെ പുറത്ത് തങ്ങൾ ഇരിക്കുന്നു. താജുൽ കറാമ ധരിപ്പിക്കപ്പെടുന്നു. 70 സ്ഥാന വസ്ത്രങ്ങളും തങ്ങൾ കഴിപ്പിക്കപ്പെടുന്നു. ഇബ്രീൽ അലൈഹിസ്സലാം ഇസ്രാഈൽ അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള ലിവാഉൽ ഹംദും ഈ ലിവാഉൽ ഹംദോടുകൂടെ ഒന്നിച്ച് മലക്കുകൾ സമേതം അഷ്റഫുൽ വറാ തങ്ങൾ പോയി നിൽക്കുന്നത്, തങ്ങൾ പോയി ഇരിപ്പിടം ഒരുക്കപ്പെട്ടിരിക്കുന്നത് സുഹ്റത്തു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലെ പവിത്രമായ പാറ. ഖിബ്ല, മുൻപത്തെ നബിമാരുടെ ഖിബ്ല. മദീനത്ത് വരുമ്പോഴും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസങ്ങളോളം തിരിഞ്ഞു നമസ്കരിച്ച ഖിബ്ല, ആ സുഹ്റത്തു ബൈത്തുൽ മുഖദ്ദസ് തങ്ങളുടെ ഇരിപ്പിടമാണ്. മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപുള്ള ഇരിപ്പിടം, മഹ്ശറായി പോലത്തെ ഭൂമി. ആ ഭൂമിയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ സുഹറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. തങ്ങളുടെ സമീപത്ത് തലക്കും പുറത്തതാ ലിവാഉൽ ഹംദ് നാട്ടപ്പെട്ടിരിക്കുന്നു. വലിയ പതാക. ആ പതാകയ്ക്ക് കീഴിലാണ് അനേകം പതാകകൾ. അല്ലാഹു ആ പതാകയ്ക്ക് കീഴിൽ ആ പതാകയോടൊപ്പം സമ്മേളിക്കുന്ന ഉംറയിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടുത്തെ സമുദായത്തിലെ അവസാനത്തെ വിഭാഗത്തിൽപ്പെട്ട നമ്മെ ഉപസാരം കണ്ട് അല്ലാഹു തആല അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ലിവാഉൽ ഹംദ് എന്ന പതാക തങ്ങളുടെ സമീപത്ത് തലക്കും പുറത്തുയർത്തിയിട്ട് സുഹ്റത്തു ബൈത്തുൽ മുഖദ്ദസിൽ തങ്ങളെ ഇരുത്തിയിട്ടാണ് ഇനി വിചാരണയ്ക്ക് വേണ്ടിയുള്ള മറ്റുള്ളവരുടെ ഉത്തെഴുന്നേൽപ്പ്. ആ ഉത്തെഴുന്നേൽപ്പിന് ഓരോരുത്തരെയും വിളിക്കാൻ പാടില്ലല്ലോ. ثم نفخ فيه أخرى فإذا هم قيام ينظرون ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. വീണ്ടും അതാ ഇസ്രാഫീലിന്റെ ഊത്ത്. ആ ഊത്ത് ബൈത്തുൽ മുഖദ്ദസ് എന്ന സ്വഹറയിൽ നല്ല മർജാനത്തിന്റെ കല്ലുകൊണ്ട് അലങ്കരിക്കപ്പെട്ട് വിധാനിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇരിപ്പിടത്തിൽ താൽക്കാലികമായ മിമ്പറിൽ, ആ മിമ്പറിന്റെ ഒരു ഭാഗത്ത് കയറി നിന്നുകൊണ്ടാണ് ഇസ്രാഫീൽ ഈ ലോകരായ പടപ്പുകളെ മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഊത്ത്, പുനർജന്മത്തിന്റെ ഊത്ത്, ബഅസിന്റെ ഊത്ത്. ആ ഊത്തൂതപ്പെട്ടാൽ പരസ്പരം നോക്കുകയും എല്ലാ അപരിചിതമായ കാഴ്ചകൾ കാണുകയും ചെയ്തുകൊണ്ട് ആളുകൾ ഖബറുകളിൽ നിന്നെഴുന്നേൽക്കും, സമുദ്രങ്ങളിൽ നിന്നെഴുന്നേൽക്കും, മൃഗങ്ങളുടെ ഉദരങ്ങളിൽ നിന്നെഴുന്നേൽക്കും. എവിടെയാണോ അവരെ കൊന്നിട്ട് അവരെ സംസ്കരിക്കപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതുമെങ്കിൽ അവിടെ നിന്നെഴുന്നേൽക്കുമെന്ന് ഖുർആൻ. ആ ഖുർആനിന്റെ ഊത്ത് അതാ
ആ വിളംബരത്തിൽ അയ്യത്തുഹൽ അജ്സാദുൽ ബാലിയ വൽ ഇമാമുൻ നഖിറ വൽ ലുഹൂമുൽ മുതമസ്സിഖ വശുഊറുൽ മുതഫരിഖ ഹലുമു ഇലൽ ഹിസാബ്. ഇസ്രാഫീലിന്റെ വിളിയാളം. ഇതാ പുനർജന്മത്തിന്റെ കാഹളം. ഈ കാഹളത്തിൽ നശിച്ചുപോയ തടികളെല്ലാം, നുരുമ്പിപ്പോയ എല്ലുകളെല്ലാം, ഛിന്ന ഭിന്നമായ മാംസങ്ങളെല്ലാം, വേർപിരിഞ്ഞു പോയ മുടികളെല്ലാം അതതിന്റെ ശരീരങ്ങളിലേക്ക് കൂടിച്ചേർന്നിട്ട് മാഉൽ ഹയാത്ത് കൊണ്ടും ഹയവാൻ വെള്ളം കൊണ്ടും അർശിന്റെ ചുവട്ടിൽ നിന്ന് വന്ന വെള്ളം കൊണ്ടും പാകമാക്കപ്പെട്ട ശരീരങ്ങളിലേക്ക് ചേരുക. എന്നിട്ട് ഹിസാബിനും വിചാരണക്കും വേണ്ടി വരിക. ഈ വിളിയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ വിളിക്കുന്നത്. വിളംബരം പണ്ടൊക്കെ കാഹളം കൊണ്ടൊന്നില്ലല്ലോ, അന്നത്തെ പ്രയോഗാസു എങ്ങനെയാണെന്ന് പൊപ്പ് മൈക്കാണ്. പൈനവാറ് നമ്മൾ മൈക്കാണ് വരുവീൻ അങ്ങനെ ആക്കുവിൻ തന്നെ വിളംബരം അനൗൺസ്മെന്റ്. ഈ അനൗൺസ്മെന്റ് മനസ്സിലായി പോലും. പക്ഷെ ആഖിറത്തിൽ അനൗൺസ്മെന്റ് ആണ്. ഈ അനൗൺസ്മെന്റ് കേൾക്കാത്തവരാരുമില്ല. ശവങ്ങളാ കേൾക്കുന്നത്, ശവം മുടികളാ കേൾക്കുന്നത്, ഛിന്ന ഭിന്നമായി മുറിഞ്ഞു പറിഞ്ഞു പോയ മാംസത്തിന്റെ കഷ്ണങ്ങളാ കേൾക്കുന്നത്. ഇവയൊക്കെ കേൾക്കുന്ന വിളി പണ്ടങ്ങ് മരുഭൂമിയിൽ വെച്ചു ഹജ്ജിന്റെ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചത്. മൈക്കില്ലാതെ, ഉച്ചഭാഷണയില്ലാതെ, ആ മണൽപ്പരപ്പിൽ വെച്ച് വിജനമായ പ്രദേശത്ത് വിളിച്ച ആ വിളി കേട്ടുകൊണ്ടല്ലേ ഇന്നും ഹാജിമാർ ഒഴുകുന്നത്. ആര് കേൾക്കാൻ? മൈക്കില്ലാതെ, ഉച്ചഭാഷണയില്ലാതെ എന്ന് ചോദിക്കണ്ട. അള്ളാഹു കേൾപ്പിച്ചാൽ കേൾക്കും. ആ കേൾവി പ്രകാരമാണ് എല്ലാവരും അങ്ങോട്ട് ഒഴുകുന്നതെന്ന പോലെ എല്ലാ ജീവജാലങ്ങളും, എല്ലാ ഹയാത്താവുന്ന സാധനങ്ങളും ഹയാത്താവുകയാണ്. ഈ കയാൽ അനൗൺസ്മെന്റ് ഒറ്റ വിളിയാണ്. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും ഹിസാബിന് വരിക. ആ ഹിസാബിന് വേണ്ടി വരും. അവിശ്വാസികൾ അവരുടെ ഖബറുകളിൽ നിന്നോ കുഴിമാടങ്ങളിൽ നിന്നോ നിമജ്ജനം ചെയ്യപ്പെട്ട നദികളിൽ നിന്നോ എവിടെയെങ്കിലും കരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നോ ഒത്തൊരുമിച്ചു കൂടിക്കൊണ്ട് അവരെ എങ്ങനെയാണോ പടക്കപ്പെട്ടത്, ആ പടക്കുന്ന സമയത്തുണ്ടായിരുന്ന അവയവങ്ങളെല്ലാത്തോടും കൂടെ അവ എഴുന്നേറ്റിരിക്കും. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും വിശ്വാസികളായ പെണ്ണുങ്ങളും നമ്മളും മതന്മാരും നമ്മളെല്ലാവരും എഴുന്നേറ്റിരിക്കും. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, മൻ ബഅസനാ മിൻ മർഖദിനാ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളുടെ ഈ കിടപ്പാടത്തിൽ നിന്ന് ആരാ ഞങ്ങളെ പുനർജന്മം നൽകിയത്? എവിടേക്കാണ് ഈ പോക്ക്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? നാശം, സർവനാശം, നാശം പിടിച്ച വിളി എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ട്, ഈ വിളിച്ചവരെ ശപിച്ചുകൊണ്ട് കാഫിറുകൾ വിലപിക്കുമ്പോ, വരാനിരിക്കുന്ന ഭയാനക ഓർത്തുകൊണ്ട് പേടിച്ച് പറച്ചുകൊണ്ട് അവർ അയ്യം വിളിക്കുമ്പോ, കരയുമ്പോ, ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. വിശ്വാസികളുടെ പ്രതികരണം നമുക്ക് ഖുർആനിലുണ്ടല്ലോ. ഒറ്റ അട്ടഹാസം. ആ അട്ടഹാസത്തിന് ശേഷം ഇരിക്കുമ്പോ ഇത് ചേർത്ത് വെച്ചതാണ്. ഒരു കൂട്ടര് പറയുന്നത് ആരാണോ സകടങ്ങൾ ഞങ്ങൾ വിളിച്ചു വന്നിരിക്കുന്നു, ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു, ഞങ്ങൾ ജിനാവിലോ പീഡനമേറ്റോ കിടക്കുന്ന ഖബറായിരുന്നു ഭേദം. ഇതിപ്പോൾ എങ്ങോട്ടാ കൊണ്ടുപോക്ക്? എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇവർ വിളിച്ച് അയ്യം വിളിച്ച് കരയുമ്പോ, ഇതൊക്കെ നമ്മളെ നബി അറിയിച്ചതല്ലേ, പ്രവാചകന്മാരൊക്കെ പറഞ്ഞതല്ലേ, അവർ വാക്കു നൽകിയ പുനർജന്മമല്ലേ. നമ്മൾ പുനർജന്മം കൊള്ളും, വിചാരണ നടക്കുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ, പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ലേ. അതാണല്ലോ ഇത് എന്ന് മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും പ്രതികരിക്കും. രണ്ട് വിഭാഗവും ഓടുകയാണ്. ആ രണ്ട് വിഭാഗത്തെയും ഖബറിൽ നിന്ന് അല്ലാഹു തആല പുനർജീവൻ നൽകിയിട്ട് മഹ്ശർ ഭൂമിയിലേക്ക് പുനഃസംവിധാനിക്കപ്പെട്ട് വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലത്തേക്ക് അല്ലാഹു തആല കൊണ്ടുവരികയാണ്. മുത്തനബിയുടെ സമുദായമേ, യാ ഉമ്മത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമേ, നമ്മളിൽ 40 വിഭാഗക്കാരാണ്. കുരങ്ങുകളുടെ കോലത്തിൽ കാണാം ഒരു പറ്റം, പന്നികളുടെ കോലത്തിൽ കാണാം ഒരു പറ്റം, അന്ധന്മാരായി കാണാം വേറൊരു കൂട്ടം, ബധിരന്മാരായി കാണാം വേറൊരു കൂട്ടം, വായയിൽ നിന്ന് ഒന്നിച്ച് രക്തമൊഴുകുന്നവരായി നാക്ക് തൂങ്ങിയവരായി കാണാം ഒരു കൂട്ടം, ശരീരത്തിലാകെ വ്രണം കൊണ്ടൊലിച്ചിട്ട് മുറിവ് കൊണ്ടുകൊണ്ട് ചീഞ്ഞളിഞ്ഞുകൊണ്ടാവാം വേറൊരു കൂട്ടം, കാൽപാദങ്ങൾ മൂർധാവിലേക്ക് കൂട്ടിപ്പെട്ടുകൊണ്ട് വേറൊരു കൂട്ടം, ഉന്മത്തരായി
സറാവീലുകളും പാന്റുകളും ഇട്ടുകൊണ്ട് മറ്റൊരു കൂട്ടം. അങ്ങനെയുള്ള 39 കൂട്ടങ്ങളും നാശം പിടിച്ചവർ. 40ാമത്തെ കൂട്ടം 14 രാവിലെ പൗർണമിയെ പോലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളോടുകൂടെ അമ്പിയാക്കളും ഉലമാക്കളും ഊത്തുകാരും പണ്ഡിതന്മാരും വിജ്ഞന്മാരും സദ്വൃത്തരും നല്ലവരും ഔലിയാക്കളും എല്ലാവരും ഉൾക്കൊള്ളുന്ന നല്ല വിശ്വാസങ്ങളുടെ ഒരു കൂട്ടവും. റഹ്മാനായ റബ്ബേ, ഈ വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ നാഥ. പന്നികളെ പോലെ വരുന്നു, കുരങ്ങുകളെ പോലെ വരുന്നു. ഹറാമുകൾ മാത്രം നക്കി നടക്കുന്നവർ. അള്ളാന്റെ ഭാഷ നക്കളൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നും എന്നും ഹറാമ് തന്നെ നക്കി നടക്കുന്നവർ, അന്യന്റേതു തന്നെ വഞ്ചനയിൽ പിടിച്ചെടുക്കുന്നവർ, അന്യന്റെ സമ്പത്ത് തന്നെ പിടിച്ചു പറ്റുന്നവർ, അന്യനെ കച്ചവടത്തിൽ വഞ്ചിക്കുന്നവർ, അന്യനെ ഇടപാടുകൾ ചെയ്ത് തട്ടിയെടുക്കുന്നവർ, അന്യന്റേത് മോഷ്ടിച്ചെടുക്കുന്നവർ, അപഹരിച്ചെടുക്കുന്നവർ, ഹറാമായത് തന്നെ തിന്നുന്നവർ, അർഹമല്ലാത്ത ജോലികളിലൂടെ സമ്പാദിക്കുന്നവർ, ഹറാമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്നവർ, ഇതൊക്കെ ഹറാം തിന്നുന്നവരാണ്. ആ ഹറാം തിന്നുന്നവർ അവിടെ പന്നിയുടെ കോലത്തിലാണ് ഖബറിൽ എഴുന്നേൽക്കുകയെന്ന് മനുഷ്യന്മാർക്കിടയിൽ ഫിത്തന കൂട്ടുന്ന, മുപ്പിരി കൂട്ടുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, ഫിത്തനയ്ക്ക് തന്നെ ഇറങ്ങി പുറപ്പെടുന്ന ഫത്താനുകൾ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് വരുമെന്ന് അക്രമികളായ വിധികർത്താക്കളും ജഡ്ജിമാരും കണ്ണുപൊട്ടന്മാരായി ഹാജരാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി. സ്വന്തം കർമ്മങ്ങളിൽ പുതുമകൊള്ളുന്നവർ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത് എന്നും കരുതി കൗതുകം കൊണ്ട് നടക്കുന്നവർ ചെകിടന്മാരായി കാതുപൊട്ടന്മാരായി വരുമെന്ന് റസൂലുള്ളാഹി. വായിൽ നിന്ന് ചെലവൊലിച്ച് നാക്ക് തൂങ്ങി വരുന്നവരോ പ്രവൃത്തിയും വാക്കും വിരുദ്ധമായ പണ്ഡിതന്മാരാകുന്നുവെന്ന് റസൂലുള്ളാഹി. അല്ലാഹു ആ വിഭാഗത്തിലൊന്നും നമ്മയും ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ഈ വിധത്തിലുള്ള അല്ലാഹുവിന്റെ പടപ്പുകളെ 39 ഭീമാകാരമായി പേടിപ്പെടുത്തുന്ന കോലത്തിൽ ഖബറിൽ നിന്ന് വരുന്നവർ നരകത്തിലെ ശിക്ഷയല്ല, നരകത്തിലെ രൂപമല്ല, മഹ്ശറിന്റെ മണ്ണിലെ രൂപമാണ്. കോടാനുകോടി ജനങ്ങളാക്കുമാരും പറഞ്ഞു പോകാതെ എല്ലാവരെയും കാണുന്ന ആ കാഴ്ചയിൽ, ഉടുതുണിയില്ലാത്ത കാഴ്ചയിൽ, നൂലിന ബന്ധമില്ലാത്ത കാഴ്ചയിൽ, മാർഗഭംഗം ചെയ്യപ്പെടാത്ത ലിംഗാംഗങ്ങളുമായി വരുമ്പോ, ചെരുപ്പ് ധരിക്കാത്ത വ്യക്തമാതരായി വരുമ്പോ, ആ കാഴ്ചയിലാണ് പന്നികളും കുരങ്ങുകളുമായി വരുന്ന വികൃത രൂപത്തിലെങ്കിൽ ആ കാഴ്ചയിൽ ഒരു വികൃത രൂപമാണ്, ഭയാനകമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല പൗർണമി പോലെ തിളങ്ങുന്ന മുഖവുമായി അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ സദ്വൃത്തരായ ഉമ്മത്തിൽപ്പെട്ട ആളുകളും ഉലമാക്കളും അമ്പിയാക്കളും അവിടെ വരുന്നു. അങ്ങനെയുള്ളവർ മുഴുവൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നവർ എഴുന്നേറ്റിരിക്കുന്നു. ആമയൂരിലെ മഖബറയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നവർ അവിടെ തന്നെ എഴുന്നേറ്റിരിക്കുന്നു. അവിടെ അതാ നമ്മുടെ അഭിബന്ധനായ നേതാവ്, നമ്മുടെ മൗലാന മുഹമ്മദ് മുസ്ലിയാർ, ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ നാടിന്റെ പേരും പ്രശസ്തിക്കും കാരണക്കാരർ പണ്ഡിതരായി എഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ പ്രതീക്ഷയാണ്, ആശയാണ്. അല്ലാഹു അത് പുറത്തുമാറാവട്ടെ. ആ കൂട്ടത്തിലുള്ള വിലമാക്കൾ ആമയൂരിന്റെ മഖബറയിൽ ഒരുപാടുണ്ട്. അവരൊക്കെയും അവിടെ എഴുന്നേറ്റിരിക്കുന്നു. കള്ളന്മാരും പള്ളന്മാരും വികൃത രൂപങ്ങളിൽ അല്ലാഹു ആരെയും നമ്മുടെ മഖബറയിലുള്ളവരിൽ ആ കൂട്ടത്തിൽ ആരെയും പൊരുത്താതിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം എഴുന്നേറ്റിരിക്കുന്നു. മഞ്ചേരിയിലും ഓരോരോ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പ്രദേശത്തെയും ആളുകൾ. പക്ഷേ ഈ കാണുന്ന മഞ്ചേരി എല്ലാ മയൂരല്ല. ആകാശവും ഭൂമിയും വേറെയാൻ. അന്നെങ്ങനെയാണ് കടന്നതെങ്കിൽ ഭൂമിയുടെ ഏത് ദിക്കാണ് ആ മയൂരെങ്കിൽ ആ ദിക്കിൽ തന്നെയാണ് പുതിയ ഭൂമിയിലും ആ മയൂർ. പക്ഷേ ഭൂമിയില്ല, പള്ളിയില്ല, ബിൽഡിങ്ങില്ല, മരമില്ല, കുണ്ടില്ല, കുഴിയില്ല എന്നേയുള്ളൂ. മഞ്ചേരിയുടെ ഭൂപ്രദേശം മണ്ണിൽ എവിടെയാണോ അവിടെയാണ് ഇന്നും മഞ്ചേരി. പക്ഷേ പേരില്ല, നാടില്ല, ബിൽഡിങ്ങില്ല, കെട്ടിടമില്ല, നഗരമില്ല എന്നേയുള്ളൂ. പുതിയ ഭൂമി. അതത് ഭൂമികളിൽ ഖബറിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകണമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിളിയാണല്ലോ അധികാരസ്ഥനായ റബ്ബിന്റെ മേൽ വെളിപ്പെടുവാനും പടച്ചവന്റെ മുന്നിൽ നിൽക്കാനും വരുവീൻ സൃഷ്ടികളുടെ ലോകമേ. ഒരൊറ്റ വിളിയാണ്
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിളിയാണത്തിൽ ആളുകൾ ഒഴുകും. പക്ഷേ ഇഷ്ടം പോലെ പോകാൻ പറ്റില്ല, ഇഷ്ടം പോലെ സ്വണ്ണാൻ കഴിയില്ല, ഇഷ്ടമുള്ളവരുടെ കൂടെ കൂടാൻ കഴിയില്ല, പിരിച്ചപ്പെട്ടവരുടെ കൈപിടിക്കാൻ പറ്റില്ല, പാപ്പാനെയും ഉമ്മാനെയും കണ്ട് കൂട്ടം കൂടാൻ കഴിയില്ല, ആർക്കും ഒന്നിനും കഴിയില്ല. ഇതാണ് വിചാരണ. വിചാരണയുടെ നാടിലേക്കുള്ള ആനയിക്കൽ, വിചാരണയുടെ മണ്ണിലേക്കുള്ള നമ്മളെ തൊഴിച്ചു കൊണ്ടുപോകൽ. ആ തൊഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ പരലോകത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തുമുള്ള ഓരോ സംഗതികളും ഖുർആനിൽ തന്നെ കാണാം. അതാണ് വിഷയം. മുമ്പിറങ്ങപ്പെട്ട മക്കിയായ സൂറത്തുകളിൽ മുഴുവൻ പരലോകത്തിന്റെ വിചാരണയുടെയും പരലോകത്തുള്ള സംഭവങ്ങളുടെയും വിവരണമാണ്. അതായിരുന്നു മക്കയിലെ ഖുറൈശികൾക്ക് ദഹിക്കാത്തത്, അവർക്ക് പരിചയമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നന്നായി വിവരിച്ചു. ബുദ്ധി കൊണ്ടറിയില്ല, ചിന്ത കൊണ്ട് തിരിയില്ല, ഗവേഷണത്തിൽ തെളിയില്ല, മനനം ചെയ്തെടുക്കാൻ പറ്റൂല, കുടിച്ചെടുത്തറിയാവുന്ന വേഗയല്ല, പുരാവസ്തുക്കൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയൂല. മറുലോകമാണ്, പ്രപഞ്ചമല്ല, പദാർത്ഥമല്ല. പദാർത്ഥമല്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ അന്നത്തെ സൃഷ്ടിലോകവും അല്ല, പുതിയ സൃഷ്ടിയാണ്. ആ ലോകത്തെ വിവരങ്ങൾ ഈ ലോകവുമായി താരതമ്യപ്പെടുത്താനോ ചിന്തിക്കാനോ വിവരം കുറഞ്ഞ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ ഇവിടെ വരുന്ന വിവരവുമായി വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ആളുകളെ മഹ്ശറിന്റെ ഭൂമിയിലേക്ക് തൊഴിച്ചു കൊണ്ടുപോകാൻ ഓരോ മനുഷ്യനോടുമൊപ്പം ഒരു സായിതായ മലക്ക് വശഹീദ്, അവന്റെ റിക്കാർഡുകളും പ്രവർത്തനങ്ങളും അവന്റെ മുഴുവൻ നന്മതിന്മകളും രേഖപ്പെടുത്തി വെച്ചിരുന്ന ആ മലക്ക് ഷഹീദ്, അവന്റെ ഹാജറായി എല്ലപ്പോഴും ഉണ്ടായിരുന്ന ഒരു സന്നിഹിതനായിരുന്ന മലക്കും ഈ രണ്ട് മലക്കുകൾ ഓരോരുത്തരെ കൊണ്ടും ഏൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. മാറില്ല. ഓടാനുകൂടി പടപ്പുകൾ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് കഴിഞ്ഞു പോയ മനുഷ്യന്മാർ മുഴുക്കെ, നമ്മുടെ ഇരട്ടിയുള്ള ജിന്നുകൾ മുഴുക്കെ, ഈ ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന മുക്കല്ലഫുകൾ ഖബറിൽ നിന്നും എഴുന്നേറ്റിട്ട് കൊണ്ടുപോകുന്ന രൂപമാണ്. കൊണ്ടുപോകാൻ തൊടിക്കാൻ ഒരു മലക്ക്, നടക്ക് ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു മലക്ക്. മലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അല്ലാഹുവിന്റെ മലക്ക് ഒരൊറ്റ മലക്കാണ് 8 നഗരങ്ങളെ ഒന്നിച്ചു ഒരു അട്ടഹാസം കൊണ്ട് വഹിച്ചിടുന്നതെങ്കിൽ, ഒരൊറ്റ മലക്കിന്റെ ഒരു കയാലത്തിലെ ഊത്താണ് ഈ പടപ്പുകളെ മുഴുവൻ പുനർജന്മം നൽകി ജീവിപ്പിക്കുന്നതെങ്കിൽ, ഒരൊറ്റ മലക്കിന്റെ ഒരൊറ്റ വിളംബരമാണ് എല്ലാ ജീവജാലങ്ങളെ ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും മരിപ്പിച്ചതെങ്കിൽ, ആ മലക്കിന്റെ വർഗത്തിൽപ്പെട്ട ഒരു മലക്ക് ഒരു മനുഷ്യരോടൊപ്പം തൊഴിക്കാൻ, അവന്റെ അമലുകൾക്ക് സാക്ഷിയായ മറ്റൊരു മലക്ക് കൂടെ പോകാൻ, ഈ മലക്കുകൾ സമേതം ഇതാ അല്ലാഹു തആലാന്റെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ പടപ്പുകൾ ഞാനും നിങ്ങളുമൊക്കെ മഹ്ശറിന്റെ മണ്ണിൽ വിചാരണയിൽ തയ്യാർ ചെയ്യപ്പെട്ട പ്രദേശത്ത് പുതിയ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചെവിടേക്കെത്തും? എവിടെയാണോ നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ അമ്മണ്ണിലെത്തും. അമ്മണ്ണിലേക്ക് നമ്മെ തൊഴിച്ചു കൊണ്ടുപോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി മുഖ്ബാനം വമുശാതം വഅലാ വുജൂഹിഹിം. 3 തരം യാത്രക്കാർ. ഒരു കൂട്ടം ആളുകൾ വാഹനപ്പുറത്തേറിയവർ, വേറൊരു കൂട്ടം ആളുകൾ കാൽനടക്കാർ, മറ്റൊരു കൂട്ടം ആളുകൾ കാലുകൊണ്ടല്ല നടക്കുന്നത്, മുഖം കൊണ്ട് മുഖം വലിച്ച് നടക്കുന്നു. മുത്തനബിയുടെ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു സംശയം സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ആൾ ചോദിച്ചു, കാഫിറിനെ മുഖത്തിന്റെ മേൽ നടത്തുമ്പോൾ, അവിശ്വാസികളെ മുഖം കുത്തിച്ച് നടത്തുമ്പോൾ എങ്ങനെ അവർക്ക് മുഖത്തിലൂടെ നടക്കാൻ പറ്റും എന്ന് റസൂലുള്ളാഹിയോട് സംശയം. ഒരു നിഷേധിയുടെ ചോദ്യം, ഒരു വിശ്വാസിയുടെ ചോദ്യം, നിഷേധികളെ കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള ചോദ്യം. ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, അലൈസല്ലദീ അംശാഹു അലൽ റിജ്ലൈൻ ഖാദിറൻ അലാ അൻ യുംശിഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ. ഭൂമി മണ്ണിലൂടെ കാലുകൊണ്ട് നടത്തിപ്പിച്ച അല്ലാഹുവിനെ, കാലുകൊണ്ട് നടത്തിച്ച അല്ലാഹുവിനെ മുഖത്തിന്റെ മേൽ നടത്താൻ കഴിയില്ലെന്നാണോ വിചാരം? അതും അന്ത്യനാളിൽ. ഖാല റസൂലുള്ളാഹി,
അന്ത്യനാളിൽ ഇവിടുത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ രൂപം മുഖം കുത്തി പോകുന്നവരാണ് അവിശ്വാസികൾ. അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമല്ലേ എന്ന് വിചാരിക്കണ്ട. എങ്ങനെയാണ് നമ്മെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചതെന്ന് നമുക്കറിയില്ല. അതുവരെ നിസ്കരിച്ചവർ, അതുവരെ വാഴു പറഞ്ഞവർ, അതുവരെ പ്രാർത്ഥിച്ചവർ, അതുവരെ നല്ലവർ, അവസാനത്തെ സമയത്ത് അല്ലാഹു തആല കാഫിറായി മരിപ്പിക്കാൻ വിചാരിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ കാഫിറാൻ നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൂഉൽ ഖാതിമത്തിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അത്തരം കാഫിറുകൾ മുഖം കുത്തിക്കൊണ്ട് നടക്കുന്നു. നല്ല കൂട്ടം ആളുകളെ അല്ലാഹു തആല പറയും, എന്റെ പടപ്പുകൾ ഇന്നുവരെയും നടന്നിട്ടില്ല. എല്ലായിടത്തും അവർക്ക് വാഹനമാണ്. പണ്ടവർ മാതാക്കളുടെ ഉദരത്തിലാണ്, അന്ന് വാഹനമാണ്. അതിനു മുൻപവർ പിതാക്കളുടെ മുതുകിലെ ബീജത്തിലാണ്, അന്നവർ ചുമലിലാണ്, അന്നവർ മുതുകിലാണ്. അത് കഴിഞ്ഞ് ഉമ്മമാർ പ്രസവിച്ച ശേഷം അവർ ഉമ്മയുടെ മടിത്തട്ടിലാണ്. അത് കഴിഞ്ഞ ശേഷം പാപ്പമാരുടെ ചുമലിലാണ്, അല്ലെങ്കിൽ സഹോദരിമാരുടെ ഒക്കത്താണ്. അത് കഴിഞ്ഞ് ഉയർന്ന ശേഷം സൈക്കിളിലാണ്, അല്ലെങ്കിൽ കാറിലാണ്, അല്ലെങ്കിൽ ബസ്സിലാണ്. നടത്തം എന്റെ കുട്ടികൾക്ക് പരിചയമില്ല, എന്റെ പടപ്പുകൾക്ക് പരിചയമില്ല. അതുകൊണ്ട് അവരെ വാഹനപ്പുറത്ത് കയറ്റണമെന്ന് അല്ലാഹു തആല പറയുകയും അല്ലാഹുവിന്റെ ഇഷ്ടക്കാർക്ക് തിരിശക്കാർക്ക് വാഹനം ഒരുക്കി കൊടുക്കപ്പെടുകയും ആ വാഹനപ്പുറത്ത് അവർ മഹ്ശറിന്റെ ഭൂമിയിലേക്ക് യാത്രയാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ അല്ലാഹു അവന്റെ ഓശാരം കൊണ്ട് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു കൂട്ടം കാൽനടക്കാം, ആ വിധത്തിലായാലും നടക്കാം. അല്ലാഹു ആ വിധത്തിലെങ്കിലും നമ്മുടെ ആദ്യത്തെ തേട്ടം കബൂലല്ലെങ്കിൽ ആ വിധത്തിലെങ്കിലും അല്ലാഹു നമ്മോട് കനിയുമാറാകട്ടെ. അല്ലാഹു ഈ വിധം 3 കൂട്ടം പടപ്പുകളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് നിശ്ചയിക്കപ്പെട്ട പ്രദേശത്ത് അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലം, അവിടെയുള്ള നിൽപ്പും, അവിടെയുള്ള നടത്തവും, അവിടെയുള്ള ഹാലും, അവിടെയുള്ള പരക്കം വാച്ചിലും, അവിടെയുള്ള നെട്ടോട്ടവും, അവിടെയുള്ള അട്ടഹാസവുമാണ് ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ മുറ്റങ്ങളും സ്ഥലങ്ങളിലുമുള്ള പെരുമാറ്റം. അവിടെ അല്ലാഹു തആല ഹാജരാക്കുന്ന പടപ്പുകൾ സ്വഫായി നിൽക്കേണ്ടി വരുന്നു. അല്ലാഹു നിർത്തുകയാണ്. സ്വഫുകൾ 120 സ്വഫുകളിൽ പടപ്പുകൾ മുഴുവൻ നിൽക്കും. മനുഷ്യരായ പടപ്പുകൾ മുഴുവൻ 120 സ്വഫുകളിൽ നിൽക്കും. ജിന്നുകൾ മുഴുവൻ 120 നിൽക്കും. യജൂജും മൗജൂജും ഈ 120 നിൽക്കും. അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട എല്ലാ പടപ്പുകളും ഈ 120 സ്വഫിൽ നിൽക്കും. മലക്കുകൾ മാത്രം ഇതിലില്ല. മലക്കുകൾക്ക് ഈ വിചാരണയുമില്ല. മലക്കുകൾ അല്ലാഹുവിന്റെ നിയമപാലകരാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലെ അല്ലാഹുവിന്റെ സൈന്യം. അല്ലാഹുവിന്റെ ഖുർആന്റെ പ്രഖ്യാപനം അതാണ് പട്ടാളം. അല്ലാഹുവിന്റെ പട്ടാളക്കാരായ മലക്കുകളുടെ വിചാരണയില്ല. അവർ വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളെ നോക്കി നടത്തുന്ന പട്ടാളക്കാരും നിയമപാലകരുമാണ്. ആ മലക്കുകളെ മാറ്റി നിർത്തിയാൽ വിചാരണക്കാരായ പടപ്പുകൾ ഒന്നിച്ച് 120 സ്വഫ്. ആ 120 സ്വഫിൽ ഒരൊറ്റ സ്വഫിന്റെ വഴിദൂരം 40 കൊല്ലത്തെ വഴിദൂരമാകുന്നു. 40 കൊല്ലം സഞ്ചരിക്കേണ്ട വഴിദൂരം. ഇത് പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയുടെ വഴിദൂരമാകാം. പരലോകവുമായി ബന്ധപ്പെട്ടതൊക്കെ അങ്ങനെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ കണക്കുകൂട്ടുന്നത്. ഇത് പ്രകാരം ഒരു കൊല്ലത്തെ പ്രകാശത്തിന്റെ സഞ്ചാരത്തിന്റെ വഴിദൂരമാണ് 120 സ്വഫിലെ ഓരോ സ്വഫും. ആ സ്വഫിൽ നിന്ന് 3 സ്വഫുകൾ മാത്രമാണ് വിശ്വാസികളായ മുഅ്മിനീകളായ മുഅ്മിനാത്തുകളായ ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത്. ബാക്കി 130 ബാക്കി 117 സ്വഫുകളും കാഫിറുകളും അവിശ്വാസികളും നരകക്കാരുമാകുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എത്രയാ ഇപ്പൊ നോക്കി. 120 നീളമുള്ള സ്വഫുകളിൽ നിന്ന് 3 സ്വഫ് കഴിഞ്ഞ് 117 സ്വഫിലുള്ള ഇത്രയും ആളുകൾ നരകക്കാർ. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ഈ 120 സ്വഫുകാരെ ഒന്നിച്ച് അണിനിരത്തപ്പെട്ടിരിക്കുന്നു. വിചാരണക്കായില്ല. ഖിയാമത്ത് നാളിന്റെ ഭീകരതകൾ, വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ പ്രദേശത്തെ ഭീകര അനുഭവങ്ങൾ ഇത് തുടങ്ങുന്നേയുള്ളൂ. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് മലക്കുകളാൽ തൊഴിക്കപ്പെട്ട് നിശ്ചിതമായ സ്ഥലത്ത് വന്ന് സ്വഫ് കെട്ടി 120 പടപ്പുകളുടെ സ്വഫുകൾ, വലിയ സ്വഫ്.
കുണ്ടില്ലാത്ത കുഴിയില്ലാത്ത പ്രദേശത്ത്, വളമില്ലാത്ത തിരിവില്ലാത്ത പ്രദേശത്ത് തെളിഞ്ഞ് ആർക്കും ആരെയും ഏകനായ അല്ലാഹുവിന്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആർക്കും ആരെയും കാണാവുന്ന വിധം ആ നിൽപ്പ് കൊണ്ട് കഴിയുമോ? ഇല്ല. നിൽക്കാൻ വേണ്ടി സ്വപ്പുകളിൽ അണിനിരത്തപ്പെട്ട കൂട്ടക്കാരുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി ഒരു മിമ്പർ കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ ഓർഡർ മലക്കുകളോട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അർശന സിംഹാസനത്തിന്റെ സമീപം തന്നെ അല്ലാഹു തആലയുടെ ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി ഒരു മിമ്പർ സ്ഥാപിക്കപ്പെടും. ആ മിമ്പറിന്റെ സമീപത്ത് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ മുമ്പ് ആ ഇടവേളയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പാറയിൽ പോയിരുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രദേശത്ത് നിന്നും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സ്വപ്പുകൾക്ക് മുൻപിൽ എല്ലാവർക്കും കാണുന്ന, എല്ലാവരെയും കാണാവുന്ന, എല്ലാവർക്കും അങ്ങോട്ടും കാണാവുന്ന ഒരു സിംഹാസനത്തിലിരിക്കാൻ നബി തങ്ങൾക്ക് വേണ്ടി ഒരു മിമ്പർ സ്ഥാപിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം. നബി തങ്ങൾക്ക് വേണ്ടി മിമ്പർ. ആ മിമ്പറിൽ തങ്ങളിരിക്കുമ്പോൾ അതിന്റെ സമീപമതാ ലിവാഉൽ ഹംദ്, ബൈത്തുൽ മുഖദ്ദസിന്റെ സ്വസരത്തിൽ തങ്ങളോടുകൂടെ ഒറ്റയ്ക്ക് നിർത്തപ്പെട്ടതാണ്. അവിടെ മലക്കുകളെ അപ്പോഴുള്ളൂ, പടപ്പുകൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ പടപ്പുകൾ വരും. ലിവാഉൽ ഹംദ് എന്ന വലിയ പതാകയ്ക്ക് കീഴാതാ 70,000 കുട്ടിപ്പതാകകൾ, ചെറുപതാകകൾ. ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക്, അറഫയിലും മിനയിലും ഒത്തുകൂടുന്ന ആളുകൾക്ക് സ്ഥലം തിരിയാൻ, പ്രദേശം തിരിയാൻ നാട്ടപ്പെട്ട പതാകകൾ ചിഹ്നമാണ്. ഇന്ത്യക്കാരെവിടെ പോണം, പാകിസ്ഥാനികൾ എവിടെ പോണം, തുർക്കികൾ എവിടെ പോണം, അമേരിക്കക്കാരെവിടെ പോണം, ഇറാനുകൾ എവിടെ പോണം, ഇറാഖുകൾ എവിടെ പോണം, എവിടെ വസിക്കണമെന്നറിയാൻ പതാകയല്ലേ ചിഹ്നം. ഈ ലോകത്തെ കോടാനുകൂടി പടപ്പുകൾ ചിഹ്നം കൂടുന്ന ഇടത്തും ചിഹ്നം പതാകയാണ്. പക്ഷേ ആ പതാക അമ്പിയാക്കന്മാരുടെ കയ്യിലാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലിവാഉൽ ഹംദ് യൗമൽ ഖിയാമ വആദമു വൻദൂനഹു തഹ്തഹു വലാ ഫഖർ ഖാല റസൂലുള്ളാഹി. എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ്. ലിവാഉൽ ഹംദ് എന്ന പതാക ഞാനാണ് പിടിക്കുന്നത്. എന്റെ തലക്കുമ്പറത്താണ് നാട്ടപ്പെടുന്നത്. ആദമടക്കമുള്ള അമ്പിയാക്കന്മാർ ആ ലിവാഉൽ ഹംദിന്റെ താഴെയാകുന്നു. മനസ്സിലാക്കണം, ഇത് പത്രാസും വീമ്പും പറയുകയല്ല, വഹ്യായിട്ട് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി തന്ന കാര്യം അറിയിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹ്ശറിനെ കുറിച്ചുള്ള വിവരണത്തിൽ വന്ന ലിവാഉൽ ഹംദ്, ആ ലിവാഉൽ ഹംദിന് കീഴെ 70,000 കുട്ടിപ്പതാകകൾ. ആ കുട്ടിപ്പതാകകൾക്കൊപ്പം പതാകകളുടെ അണിനിരക്കുന്ന കാര്യം ആ സ്ഥലത്ത് മാത്രം സജ്ജരായിട്ട് 70,000 സ്വഫ് മലക്കുകൾ, 70,000 അണികൾ, മലക്കുകളുടെ അണികൾ, 70,000 സൈന്യനിര. ആ സൈന്യനിരയിൽ ഓരോ സ്വഫിൽ 5 ലക്ഷം മലക്കുകൾ. ഒരു സ്വഫിൽ 5 ലക്ഷം, ഒരു സ്വഫിൽ 5 ലക്ഷം വരുന്ന 70,000 മലക്കുകളുടെ സ്വഫും തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നബി തങ്ങളുടെ ഹംദിന് സമീപം, അതിന് പരിസരം നാട്ടപ്പെട്ടിരിക്കുന്ന ലിവാവുകൾക്ക് സമീപം ഒത്തുനിൽക്കുമെന്ന് ശരീഅനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ തരുന്ന വിവരണം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സിംഹാസനം, ആ സിംഹാസനത്തിനൊപ്പം അവരവരുടെ മർത്തബകൾക്ക്, പദവികൾക്ക് സമാനം ഓരോ നബിമാർക്കും സിംഹാസനം. നബിമാർക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ 4 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഈ 4 പേർക്കും സിംഹാസനം. ഒടാനുകൂടി ശുഹദാക്കൾക്ക്, ഹംസത്തുൽ കറാർ അടക്കമുള്ള ശുഹദാക്കൾക്ക് സിംഹാസനങ്ങൾ. സിദ്ദീഖ് എന്നവർക്ക് സിദ്ദീഖിന്റെ പതാക, ഉമർ എന്നവർക്ക് അദിലിന്റെ പതാക, ഉസ്മാൻ എന്നവർക്ക് ദാനത്തിന്റെ പതാക, അലിയാർക്ക് ശുഹദാഇന്റെ പതാക, മുആദ് ഇബ്നു ജബൽ കർമ്മശാസ്ത്രത്തിന്റെ ഫിഖ്ഹിന്റെ പതാക, അബൂദർദാഇന് ഫുഖറാഇന്റെ പതാക, അബൂദർദിന് സുഹൃത്തിന്റെ പതാക, ഉബയ്യ് ഇബ്നു കഅബിന് ഖിറാഅത്തിന്റെ പതാക, ബിലാൽ എന്നവർക്ക് ബാങ്ക് കൊടുക്കുന്നവരുടെ പതാക, വിഷം നൽകി കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി ഹസൻ എന്നവരുടെ പതാക, അവരവരുടെ കയ്യിൽ കൊടുക്കുന്ന പതാകയുടെ കൂട്ടത്തിൽ അതത് സ്ഥാനത്തുള്ള നല്ല നല്ല ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ വിധമുള്ള സജ്ജീകരണം. എല്ലാവരും അവരവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സജ്ജീകരണത്തിൽ സ്ഥാനമുള്ളവരിയ്ക്കുമ്പോൾ നാം എവിടെയാകാം? വിചാരണയെ നേരിടേണ്ടവരെല്ലാം 120 സ്വഫിലാണ്. ആ സ്വഫിൽ
മുഅ്മിനീങ്ങളുടെ 3 സുഫിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. സദാ പ്രാർത്ഥിക്കണം മുഅ്മിനീങ്ങളെ, സദാ ഓർക്കണം വിശ്വാസികളെ, ഈ 3 സുഫിൽ നമ്മൾ പെട്ടുപോകണം. അതിനപ്പുറമുള്ള സുഫിൽ പെട്ടാൽ രക്ഷയില്ല. ആ 3 സുഫിൽ പെട്ടും ബാക്കിയുള്ളവർക്ക് അല്ലാഹു നിശ്ചയിക്കപ്പെട്ട കൂട്ടർക്ക് ഓരോരോ പതാക കൊടുത്ത് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുക്കപ്പെട്ടത് എന്തിനാണ്? സിദ്ദിഖിന്റെ പേരിൽ അറിയപ്പെട്ട നല്ല നല്ല ആളുകൾ സിദ്ദിഖിന്റെ പതാകയുടെ ഭാഗത്തേക്ക് മാറി നിൽക്കാൻ വിളിയാളം വരും. അപ്പൊ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ അവർ മാറി നിൽക്കും. ഭരണം കിട്ടിയപ്പോ നീതിയോടുകൂടെ ഭരിച്ച രാഷ്ട്രീയക്കാരൻ ഭരണകർത്താക്കൾ അവർ ഉമറുൽ ഫാറൂഖിന്റെ അതിന്റെ പതാകയുടെ ഭാഗത്തേക്ക് മാറ്റപ്പെടും. ദാനത്തിന്റെയും ഉദാരതയുടെയും പേരിലുള്ള വലിയ ധർമ്മിഷ്ഠന്മാർ, ആ ധർമ്മിഷ്ഠന്മാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നേരെ കൊടുക്കപ്പെട്ട പതാകയിലേക്ക് നീക്കപ്പെടും. ഫുഖഹാക്കളെയും ഫത്വക്കാരെയും പണ്ഡിതന്മാരെയും മുആദ് ഇബ്നു ജബലിന്റെ പട്ടികയിലേക്ക് നീട്ടപ്പെടും. ഫുഖറാ, ദാരിദ്ര്യം കൊണ്ട് വിഷമിച്ചതായ നല്ല ഭക്തന്മാരായ വിശ്വാസികളായ മുഅ്മിനീങ്ങൾ അബൂ ദർദാഇന്റെ ഭാഗത്തേക്ക് നീക്കപ്പെടും. ഇങ്ങനെ ഓരോരോ മഹാന്മാരുടെ കയ്യിൽ പതാക കൊടുക്കുന്നതിന് മാറി നിൽക്കണം, പോകണം സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോൾ പോകാനുള്ള പതാകയാണ്. ഇതൊക്കെ ഒരുക്കപ്പെടുകയാണ്. ആ ഒരുക്കപ്പെട്ട രീതിയിൽ 120 സുഫുകളിലായി അമ്പ് കുറ്റിയിൽ ആവരാഴിയിൽ അമ്പുകൾ നിക്ഷേപിക്കപ്പെട്ട പോലെ തിങ്ങി നിറഞ്ഞ് കൂട്ടിയുരുമ്മി അട്ടിയിട്ട രൂപത്തിൽ പടപ്പുകൾ സമ്മേളിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ വാചകം മോദി ജനങ്ങൾ മുഴുവൻ റബ്ബുൽ ആലമീന്റെ വിളംബരത്തിന് വേണ്ടി, റബ്ബുൽ ആലമീന്റെ വിചാരണയ്ക്ക് വേണ്ടി അവൻ തയ്യാറായി, അവൻ ഒരുങ്ങി വന്ന് അവൻ വിചാരണ നടത്തുന്ന ആ ധർമ്മം ഏറ്റെടുക്കുന്നത് കാത്തുകൊണ്ട് നിൽക്കുന്ന നാൾ എന്ന ആയത്ത് ഓതിയിട്ട് ആ നിൽപ്പിന്റെ ഭീകരത നബിതങ്ങൾ വിവരിച്ചു. കൈഫ ബികും ഇദാ ജമഅകുമുല്ലാഹു കമാ തുജ്മഉൻ നബ്രു ഫിൽ കിനാന. ആവരാഴിയിൽ അമ്പുകൾ അട്ടിവെച്ചതുപോലെ, പെണ്ണിന്റെ കവറിൽ പെണ്ണുകൾ വെച്ച പോലെ എന്ന് മനസ്സിലാക്കിക്കോ. ആണിയുടെ ഡെപ്പിയിൽ ആണികൾ വെച്ചതുപോലെ, സൂചികൾ കവറിൽ സൂചികൾ അട്ടിവെച്ചതുപോലെ, സിഗരറ്റും ബീഡിയും വെച്ച കവറുകളിൽ അവകൾ അട്ടിവെച്ച പോലെ നമുക്ക് തിരിയുന്ന ഭാഷ പറയാം. അട്ടിയിട്ടുകൊണ്ട് നിർത്തപ്പെടുന്ന ആ നൃത്തം ദുനിയാവിലെ 50,000 കൊല്ലത്തിന്റെ കതിർ, ദുനിയാവിലെ 50,000 കൊല്ലം നമ്മൾ നിരൂപിച്ചിട്ടില്ല. ചരിത്രപരമായി കഴിഞ്ഞ കാല ചരിത്രം പഠിച്ചാൽ മനുഷ്യവർഗമുണ്ടായിട്ട് 50,000 കൊല്ലം പിന്നിട്ടിട്ടില്ല. 10,000-ഓ 12,000-ഓ ഒരു 15,000-ഓ കൊല്ലത്തെ ചരിത്രമേ ആദം നബി മുതൽക്ക് ഇന്ന് വരെയുള്ള ചരിത്രം ചരിത്രപരമായ വിവരണങ്ങളിലൂടെ നോക്കിയാൽ കാണാനുള്ളൂ. ഉറപ്പൊന്നുമില്ലെങ്കിലും നമ്മുടെ നിരൂപണത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിരൂപിച്ചാൽ മനുഷ്യരിത്രയെ ചരിത്രമുള്ളുവെങ്കിൽ 50,000 കൊല്ലം എത്ര ദൈർഘ്യമുണ്ടാകും. ആ 50,000 കൊല്ലം നിൽക്കുന്ന നൃത്തം ലാ യഅ്കുലൂൻ വലാ യശ്റബൂൻ ലാ യൻദുറു ഇലൈക്കും. പടച്ചവൻ നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല, നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല എന്ന ആ നൃത്തം ലം യഅ്കുലൂ വലം യശ്റബൂ. കുടിച്ചില്ല, അവർ ഒന്നും കുടിച്ചില്ല, ഒന്നും തിന്നില്ല. 50,000 കൊല്ലത്തെ ദീർഘം ഇങ്ങനെ നിൽക്കുമെന്ന് തൊബറാനി അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസ് 50,000 കൊല്ലത്തെ നൃത്തം അവിധം തന്നെ നിർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു 50,000 കൊല്ലം കഴിഞ്ഞിട്ടതാ ഒരു വിളംബരം. എല്ലാവരും അടങ്ങണം, നിശബ്ദമാകണം, എനിക്ക് വേണ്ടി. നിങ്ങളെന്തെല്ലാം തോന്നിയാസം ചെയ്തു, നിങ്ങളെന്തെല്ലാം തമ്മാടിത്തം ചെയ്തു, നിങ്ങളെന്തെല്ലാം വേണ്ടാത്തം ചെയ്തു. എത്ര മോന്തിയടോ കുപ്പി, എത്ര പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തിയടോ, എത്ര ആളുകളെ മോഷ്ടിച്ചടോ, എന്തെല്ലാം ഭേദങ്ങൾ ചെയ്തടോ. അതൊക്കെ ചെയ്തപ്പോ ഞാൻ മിണ്ടിയോ? നിശബ്ദമായി നിന്നില്ലേ ഞാൻ? പ്രതികരിക്കാതെ നിന്നില്ലേ ഞാൻ? ചെലിക്കാതെ നിന്നില്ലേ ഞാൻ? ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി മിണ്ടാതെ നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി കളിമുട്ട ഞാൻ, നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഞാൻ, നിങ്ങൾക്ക് വാഴ നൽകുന്ന ഞാൻ, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഞാൻ. കുടിയിറക്കണമെങ്കിൽ ഞാൻ കഴിയണം. എന്നിട്ട് നിങ്ങൾ വിളക്കപ്പോൾ കള്ളുകുടിച്ചില്ലേ? നിങ്ങൾ അനക്കണമെങ്കിൽ ഞാൻ അനക്കണം. എന്നിട്ട് നിങ്ങൾ ലൈംഗികമായ വേണ്ടാത്തരങ്ങളിൽ പെട്ടില്ലേ? നിങ്ങളെ ചലിപ്പിക്കണമെങ്കിൽ ഞാൻ ചലിപ്പിക്കണം. ഹറാമിലേക്ക് നിങ്ങൾ പൂരം കുത്തി ഒഴുകിയില്ലേ? അന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മിണ്ടാതെ നിന്നു, മൂകമായി നിന്നു. ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി മിണ്ടാതിരിക്കണം. അല്ലാഹുവിന്റെ ഓർഡർ. 50,000 കൊല്ലം കഴിഞ്ഞിട്ട് വിചാരണ തുടങ്ങിയോ? ഇല്ല.
ഇത്രയും കഴിഞ്ഞ ശേഷം അല്ലാഹു തആലയുടെ മുഴക്കം എന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം പോലെയെന്ന് മനസ്സിലാക്കണ്ട. അപ്പോൾ എങ്ങനെ കേൾക്കുമോ അപ്രകാരം അല്ലാഹുവിൽ നിന്നുള്ള വിളിയാണ് അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്ന ഖുർആനിലുള്ള വാചകം അൽയൗമ തുജ്സാ കുല്ലു നഫ്സ്. ഇവിടെ തടിച്ചുകൂടിയ 120 സ്വത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ജസ നൽകപ്പെടും. ബിമാ കസബത്, അവർ പ്രവർത്തിച്ചത് എന്തായിരുന്നു ദുനിയാവിൽ ലഭിച്ചിരിക്കുന്ന ആയുഷ്കാലത്ത് അതിനനുസാരം മാത്രം. ആണുവാണത് അക്രമമില്ല, ചുരുക്കമില്ല, അവർ ചെയ്തതിന്റെ അപ്പുറം കൂട്ടില്ല, ഒന്നും ചെയ്യില്ല. കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് ജസ നൽകപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വിളിയാളം. ആ വിളിയാളം കഴിഞ്ഞിട്ട് വിചാരണ തുടങ്ങിയോ? ഇല്ല. അല്ലാഹു തആല നിശബ്ദമാകാൻ പറഞ്ഞപ്പോൾ ആ നിശബ്ദതയോടുകൂടിയുള്ള നൃത്തമാണ്. അതാ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ മഹ്ശറിന്റെ ഭൂമിക്ക് മുകളിൽ സൂര്യനെ കൊണ്ടുവരുവാൻ വേണ്ടി മലക്കുകളോട് ആജ്ഞാപിക്കുന്നു. 360 കൊടിപ്പുകളുള്ള സൂര്യൻ, 360 പിടികൾ. ആ 360 ദ്വാരങ്ങളും പിടികളിലും 360ഓളം കടിഞ്ഞാണുകൾ. ഓരോ കടിഞ്ഞാണിലും 360 മലക്കുകൾ ഒന്നിച്ചു വലിച്ചു കൊണ്ടുവരുന്നു സൂര്യനെ. ദുനിയാവിലുണ്ടായിരുന്ന സൂര്യന്റെ വണ്ണം 360 മടങ്ങ് ശബ്ദമാക്കി. എന്തിനാണ് 360 എന്ന ചോദ്യത്തിന് ഇവിടെ സ്ഥാനമില്ല. സൂര്യചലനത്തിന്റെ ഒരു വർഷത്തിന് 360 ദിവസമാണെന്ന് കണക്ക് ദുനിയ കണക്ക്. സൂര്യനുമായി ബന്ധപ്പെടുത്തി അന്ന് നമുക്ക് പരിചയപ്പെടുത്തിയ കണക്കാണ് 360. കൊല്ലത്തിന് 360 ദിവസം നമ്മൾ പറയാറില്ലേ? ആ കൊല്ലത്തിലെ 360 ദിവസത്തിന്റെ കണക്കിന് ദുനിയാവിലെ സൂര്യന്റെ 360 മടങ്ങ് വിപുലമായ തടിയുള്ള സൂര്യനെ 360 പിടിയോടെ, ആ പിടികളിൽ ഓരോ പിടിയിലും ഓരോ കടിഞ്ഞാണിലും 360 മലക്കുകൾ എന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അല്ലാഹു തആലയുടെ മുമ്പിൽ സൂര്യനെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് അത് സുജൂദിലായി വീഴുന്നു. നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ, സുജൂദിലായ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യനെ അല്ലാഹു വിചാരണ ചെയ്യുന്നു. നിനക്ക് സുജൂദ് ചെയ്യാൻ എന്റെ അടിയങ്ങളോട് നീ കൽപ്പിച്ചിരുന്നുവോ? സൂര്യനോട് ചോദ്യം. സൂര്യാരാധകരാണല്ലോ സൃഷ്ടികളിൽ ഒരു വലിയ വിഭാഗം. പണ്ടും ഇന്നും സൂര്യദേവനെ പൂജിക്കുന്നവർ, അല്ലെങ്കിൽ സൂര്യന്റെ കീഴ്ദൈവങ്ങളെ സൂചിക്കുന്നവർ, സൂര്യനുമായി ബന്ധപ്പെട്ടാണ് ആരാധന. സൂര്യനെ പൂജിക്കുന്നവർ ഇന്നും എത്രയാണ്. ഈ സൂര്യദേവനെ പൂജിക്കുന്ന ആളുകൾ പൂജിക്കാൻ വേണ്ടി പറഞ്ഞത് ശംസേ സൂര്യൻ നീ കൽപ്പിച്ചിട്ടാണോ? സൂര്യനെ വിചാരണ ലൗഹുൽ മഹ്ഫൂദിനോട് വിചാരണ ചെയ്തതുപോലെ സൂര്യനെ വിചാരണ. ആദിയുലഞ്ഞ സൂര്യൻ പറയും പടച്ചവനെ നീയല്ലാതെ ഇല്ലാഹുണ്ടോ? ഞാനെങ്ങനെ അവരോട് കൽപ്പിക്കാം? നീ അറിയില്ലേ ഞാനെങ്ങനെ കൽപ്പിച്ചെങ്കിൽ ശരി, നീ ആരോടും ആരാധിക്കാൻ പറഞ്ഞില്ല. എന്നെ പൂജിക്കണമെന്ന് പറഞ്ഞുള്ള സത്യമാണ്. മോശമായ രീതിയിൽ നിന്നെ പൂജിച്ച ആളുകൾ പിശാചിന്റെ ദുർബന്ധങ്ങൾ നിമിത്തം പൂജിച്ചുപോയി. അതുകൊണ്ട് നീ നിരപരാധനാണ്. അല്ലാഹു തആലയുടെ മലക്കുകളോട് കൽപ്പന 70 ഇരട്ടി പ്രകാശവും 70 ഇരട്ടി താപവും ഈ സൂര്യനിൽ നിറയ്ക്കണം. കേവലം സൂര്യനല്ല, ഇവിടത്തെ സൂര്യന്റെ 360 മടങ്ങ് വലിപ്പമുള്ള സൂര്യന് ഇവിടത്തെ സൂര്യന്റെ താപം നമ്മൾ ആലോചിക്കണ്ടേ? ഇത് എത്രയാ? എത്ര കോടി അകലെയാണ് സൂര്യൻ? എത്ര കോടി കിലോമീറ്ററുകൾ അകലെയാണ് സൂര്യൻ? ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഈ സമയത്ത് എത്തണമെങ്കിൽ, ചൂട് ഇങ്ങോട്ട് എത്തണമെങ്കിൽ വർഷങ്ങൾ എത്ര കഴിയണം? ആ സൂര്യന്റെ ചൂടും പ്രകാശവും എങ്ങനെയെങ്കിൽ ഇതിന്റെ 70 മടങ്ങ് പ്രകാശവും താപവും കൂട്ടി നൽകാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ട് ആ സൂര്യനെ ഒരു ചാണുയരത്തിൽ തലയ്ക്ക് മീതെ തന്നെ നിൽക്കുന്ന വിധം സംവിധാനിക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതുവരെയുള്ള ഭയാനകതയുമല്ല, നിന്ന നിൽപ്പു തന്നെ, മിണ്ടാട്ടമില്ല. അല്ലാഹു തആലയുടെ ഓർഡറാണ് അടങ്ങണം. നിശബ്ദം, നിശബ്ദ മേഖലയാണ്. ഒരാൾക്കും ശബ്ദിക്കാനാവില്ല, വളയാൻ തിരിയാൻ പറ്റില്ല. അല്ലാഹു നിൽക്കാൻ പറഞ്ഞ ആ സ്വത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള നൃത്തമാണ് ഖിയാമത്ത് നാളിന്റെ ഭീകരമായ ഭൂമി. ആ ഭീകര ഭൂമിയിലുള്ള നൃത്തമാണ്. സൂര്യൻ വിധം വന്നാൽ വിയർപ്പങ്ങൊഴുകും. ആ വിയർപ്പുകൾ ഒഴുകിയിട്ട് ശരീരത്തിലൂടെ മുഖത്തിലൂടെ വന്ന് ഭൂമിയിൽ നിൽക്കുന്ന വിയർപ്പിന്റെ കയങ്ങളിൽ ഓരോരുത്തൻ
തന്നെ അവനവന്റെ പാപങ്ങളുടെ കണക്ക് കണ്ട് വിയർപ്പിന്റെ കയത്തിൽ അവന്റെ കാൽച്ചുവട്ടിൽ അവൻ മുങ്ങി നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇവിടത്തെ സമുദ്രമല്ല, ഇവിടത്തെ ചാലിയാറല്ല, ഇവിടത്തെ അറേബ്യൻ സമുദ്രമല്ല. അവനവന്റെ കാൽച്ചുവട്ടിലാണ് അവനവന്റെ കയം. അവനവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ മാത്രം സ്ഥലമുണ്ടോ? അമ്പ് അവനടിയിൽ അടുക്കിയതുപോലെ അടുക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്മാരിൽ ഓരോരുത്തരും കാലിന്റെ എലിയാണി വരെ അടിയിൽ നിന്ന് വിയർപ്പുള്ളവർ, കാൽമുട്ട് വരെയും വിയർപ്പിൽ നിൽക്കുന്നവർ, അരവരെയും വിയർപ്പിൽ നിൽക്കുന്നവർ, മാർവിടം വരെയും വിയർപ്പിൽ നിൽക്കുന്നവർ, ചങ്കുവരെ വിയർപ്പിൽ നിൽക്കുന്നവർ. വിയർപ്പ് അവനെ കടിഞ്ഞാണിട്ട് മൂക്ക് കയറിട്ട് മൂക്ക് വരെ അവൻ വിയർപ്പിന്റെ കയത്തിൽ മുങ്ങുന്നവരും ആ കൂട്ടത്തിലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസല്ലേ, ആ വിയർപ്പിന്റെ കയത്തിലുള്ള നൃത്തമാണ്. ആ നൃത്തത്തിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന ഇലാ ദില്ലി സലാത്തി ശുഅബ്, മൂന്ന് വിഭാഗത്തിന് വിയർപ്പുണ്ടോ, സൂര്യനുണ്ടോ, സൂര്യന്റെ ചൂടുണ്ടോ. എന്നാൽ ഇതാ മൂന്ന് നിഴലിലേക്ക് മാറി നിൽക്കും. മൂന്ന് വിഭാഗം തണലുകൾ അല്ലാഹു തണൽ കാണിച്ചു കൊടുത്ത് തണലിലേക്ക് നിൽക്കാൻ പറയും. പക്ഷേ മൂന്ന് തണലും ഒരുപോലെയല്ല. അല്ലാഹു തന്നെ പറയുന്നില്ല, കത്തിയാകുന്ന സൂര്യന്റെ താപത്തെ തൊട്ടോ ജഹന്നമിന്റെ ചൂടിനെ തൊട്ടോ ഈ തണൽ ഒരിക്കലും ഉപകാരം ചെയ്യില്ല. ഇതൊരിക്കലും നിഴലല്ല. കാഴ്ചയിൽ സൂര്യന്റെ ചുവട്ടിലുള്ള ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. അന്നേരത്ത് മൂന്ന് വിഭാഗം മാറും. അവനവന്റെ ഇഷ്ടം പോലെയല്ല. നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. ബലാത്കാരേണ ഓരോരുത്തരെ അല്ലാഹു തആല എവിടേക്കാക്കുന്നുവോ അവിടേക്കേ പോകാൻ കഴിയൂ. യാന്ത്രികമായ ചലനം, യന്ത്രങ്ങൾ കണക്കാക്കുന്ന വിധമുള്ള ചലനം, ആ ചലനം ചലിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞതുപോലെ ഒരു കൂട്ടം നിഴലിലേക്ക് നിൽക്കുമ്പോൾ അവിടെ കത്തിജ്വലിക്കുന്ന ചൂടിന്റെ ഹറാറത്തിന്റെ നിഴലാണ്. നിഴലിലും ചൂടേ. സൂര്യനായി നല്ലതെന്ന് കരുതൂല. ചിലപ്പോ നല്ലൊരു ഭയങ്കര സൂര്യന്റെ ചുവട്ടിൽ തന്നെ നല്ലൊരു തകരത്തിന്റെ സാധനം ഇട്ട് വെച്ചാൽ ആ തകരം പെഴുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പുറത്തിക്കാൻ നല്ലതെന്ന് തോന്നുമല്ലോ. ഈ രീതിയിലുള്ള നിഴൽ സൂര്യനായിരുന്നു ഭേദമെന്ന് തോന്നുന്ന തരത്തിൽ ചൂടിന്റെ ഹറാറത്തിന്റെ നിഴൽ. ഇതാക്കാണ് ദുനിയാവിൽ കപട വിശ്വാസം കാണിച്ച് മനുഷ്യന്റെ നേരിൽ ഓരം പറ്റി നടന്നുകൊണ്ട് സുഖിച്ചിരുന്ന കപടന്മാർക്ക് അല്ലാഹു തആല തണൽ നിഷേധിച്ചുകൊണ്ട് ചൂടിന്റെ തണൽ നൽകുന്നു. തീർത്തും ആത്മാർത്ഥതയുള്ള അവിശ്വാസികൾക്ക് പുകയുടെ നിഴലാണ് ദുഹാൻ, പുകയുടെ നിഴൽ. വിശ്വാസികളായ ആളുകൾക്ക് മാത്രം പ്രകാശത്തിന്റെ നിഴൽ. ആ വിധം പ്രകാശത്തിന്റെ നിഴൽ അല്ലാഹു തആല നൽകപ്പെടുന്നവരിൽ നാം മാർപ്പെടുമാറാവട്ടെ. അല്ലാഹു പറയുന്നത് ആ മൂന്ന് വിഭാഗം. ഈ മൂന്ന് വിഭാഗം ഇപ്രകാരം 1000 കൊല്ലം 1000 കൊല്ലം ഇങ്ങനെ നിൽക്കണം. ഇവിടത്തെ 1000 കൊല്ലത്തിന്റെ കഥ. അവിടെ സൂര്യോദയമില്ല, സൂര്യാസ്തമയമില്ല, അതുകൊണ്ട് ദിവസങ്ങളുമില്ല, വാരങ്ങളില്ല, കൊല്ലമില്ല. അതുകൊണ്ട് ഇവിടത്തെ കൊല്ലത്തിന്റെ കണക്ക് വെച്ച് 1000 കൊല്ലത്തിന്റെ തോതി ഈ നൃത്തം നിൽക്കണം. ഇതിനിടയിലാണ് സൃഷ്ടിയെ അല്ലാഹു തആല മഹ്ശറിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കൽപ്പിക്കുന്നത്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. 8 മലക്കുകൾ അല്ലാഹു തആല ആകാശത്തെ ചുമക്കുന്നു. ഇവിടത്തെ ആകാശങ്ങളെയും ഭൂമികളെയും ഇടയിലുള്ളതിനെയും മുഴുവൻ ഉൾക്കൊള്ളാവുന്ന കുർസിയുടെ മേലെയുള്ള അർശ്, അതിനപ്പുറം വീതിയുള്ള അർശ്, അതിനപ്പുറം വികാസമുള്ള അർശ്, എന്ന മഹാഗോളം 8 മലക്കുകൾ ചുമന്ന് നിൽക്കുന്നു. ചുമന്ന 8 മലക്കുകൾ നിൽക്കുമ്പോൾ അർശിന്റെ നേരിൽ നിൽക്കാൻ അവസരം നൽകപ്പെടും 7 വിഭാഗത്തിലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മഅമുൽ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാ ബിത്തുഖാ ലില്ലാഹി ലാ ഫി ളലാലിൻ ورجلان في الله الكريم تحاببا بحال افتراق منهما ووصال. നല്ല നീതിമാനായ ഭരണാധികാരി, ശരിക്കും കൃത്യമായി ഭരിച്ചിട്ടുള്ള ആൾ, പ്രായമെത്തിയേണം മുതൽ പ്രായപൂർത്തി വന്നേണം മുതൽ നല്ല നിലയ്ക്ക് ഇബാദത്തിനായി താൻ തോന്നിത്വത്തിനൊന്നും പോകാതെ വളർന്നു വന്ന നല്ല ചെറുപ്പക്കാരൻ,
ആ ചെറുപ്പമേ അങ്ങനെ വളർന്നു വന്ന നല്ല മനുഷ്യൻ അർശന് നേർക്കിട്ടും അല്ലാഹുവിന്റെ പേരിൽ മാത്രം സ്നേഹിച്ച് പിരിശപ്പെട്ടുകൊണ്ട് പിരിയുന്നത് വരെയും അവർ കഴിഞ്ഞുകൂടുകയും എപ്പോഴെങ്കിലും പിരിഞ്ഞാലും സ്നേഹം ഒത്താലും സ്നേഹം ആവിധം സ്നേഹം വേർപിരിയാതെ കഴിഞ്ഞുകൂടുകയും ചെയ്ത അല്ലാഹുവിൽ സ്നേഹിച്ചവർ ومن فيه ورجلان في الله الكريم تحاببا بحال افتراق منهما ووصال ومتصدق عطف التصدق لم يكن بما أنفقت يمناه علم شمالي വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയറിയാത്ത വിധം സ്വതക്ക ചെയ്തുകൊണ്ട് സ്വകാര്യമായി ആരാരും അറിയാതെ ആളുകളെ സഹായിക്കുകയും ആളുകൾക്ക് കൈവേകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ دعت ذات عالي منصب وجمال وإني أخاف الله من قال عندما دعت ذات عالي منصب وجمال സുന്ദരിയായ കുലീനയായ പെണ്ണ് ഒറ്റപ്പെരിടത്ത് ഒരുമിച്ച് കൂടാൻ കിട്ടുമ്പോൾ ലൈംഗികമായ മോശങ്ങൾക്ക് വേണ്ടി തെറ്റുകൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെന്ന് പറഞ്ഞ് പടച്ചവനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ചെറുപ്പക്കാരൻ وإني أخاف الله من قال عندما دعت ذات عالي منصب وجمال അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ തന്റെ കണ്ണുകളിൽ നിന്ന് കുതിർന്ന് വെള്ളങ്ങൾ ഒഴുകിക്കൊണ്ട് ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇപ്പോഴത്തുള്ള 6-7 പേർക്ക് അർശിന്റെ നീടലിൽ അല്ലാഹു തആല സൂര്യന്റെ താപത്തിൽ നിന്ന് ചൂടിൽ നിന്ന് രക്ഷ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി കൂട്ടത്തിൽ ചെറിയ വാക്കായി പറയാം. ആ അർശിന്റെ നീരിൽ നിൽക്കുന്ന ആളുകൾ നിന്നിട്ടും വിചാരണയായില്ല, വിചാരണയുടെ സമയമില്ല. ആ വിധത്തിലുള്ള നിൽപ്പും നീണ്ടുപോകും. അവിധം നിൽക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ കൽപ്പന, നരകം കാക്കുന്ന മാലിക്കിന്റെ അടുത്ത് ചെല്ലണം, നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയണം. നരകത്തെ കൊണ്ടുവരും. ഖിയാമത്തിനാളായോ? ജനങ്ങളെ ഹാജരാക്കപ്പെട്ടോ? മഹ്ശറിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടോ? മാലിക് ചോദിക്കും, അതെ, അല്ലാഹുവിന്റെ ഓർഡറാൻ. അതുകൊണ്ട് നരകത്തെ കൊണ്ടു ചെല്ലാൻ. അല്ലാഹു നരകത്തോട് പറയും, ഭൂമി. അല്ലാഹു തആല പറയുന്നു, നിൽക്കാൻ. നിൽക്കൂ നരകം. നരകം എഴുന്നേൽക്കും. നാൽക്കാലിയെ പോലെ, പൂത്തിനെ പോലെ, 4 കാലുള്ള ഒരു പടപ്പ്. ما بين كل قائمة وقائمة مسيرة 1000 عام. 1000 കൊല്ലത്തെ വഴിദൂരം 2 കാലുകൾക്കിടയിൽ 2 കൈകൾക്കിടയിലുണ്ട്. ഈ നാൽക്കാലിയുടെ മുന്നിൽ 2 കൈകൾക്കിടയിൽ 1000 കൊല്ലത്തെ വഴിദൂരം, 2 കാലുകൾക്കിടയിൽ 1000 കൊല്ലത്തെ വഴിദൂരം. 30,000 തല. ഓരോ തലയിലും 30,000 വായ, ഓരോ വായയിലും 30,000 മലയോളം വലിയ കൂട്ടുപല്ലുകൾ. കൂട്ടുപല്ലുകൾ തന്നെ 30,000 ആണെങ്കിൽ മറ്റു പല്ലുകൾ എത്ര വേണം നിങ്ങൾ കൂട്ടി. ഓരോ വായക്കും 2 ചുണ്ട്. 2 ചുണ്ടിൽ നിന്നുള്ള ഓരോ ചുണ്ടും ദുന്യാവിന്റെ അടുപ്പുകളോളം വലിയ ചുണ്ട്. മേലെ ചുണ്ടിൽ തന്നെ 1000 ചങ്ങലകളുണ്ട്. അത് തന്നെ ദുന്യാവിൽ ഓരോന്നിനും മാത്രം വലിയ ചങ്ങല. ആ ചങ്ങലയിൽ ഓരോന്നിനും 70,000 വട്ടക്കണ്ണികൾ. ആ വട്ടക്കണ്ണികളിലെ ഓരോന്നിനും 70,000 വീതം സബാനിയത്തിന്റെ മലക്കുകൾ ഒന്നിച്ച് പിടിച്ച് വലിച്ച് ഇളക്കി മറിച്ച് നരകം ഒന്നിച്ച് അല്ലാഹു തആലയോട് കൽപ്പന പ്രകാരം എഴുന്നേൽക്കൂ എന്ന് ജിബ്രീൽ പറയുമ്പോൾ വലിച്ചു കൊണ്ടുവരും. ആ വലിച്ചു കൊണ്ടിരുന്ന സമയത്ത് നരകത്തിനെ അവർക്ക് പിടിച്ചാൽ കിട്ടൂല. എത്രയാ മലക്കിനെ എണ്ണാനാ നമ്മൾ ഈ വായയും വായക്കടിയിലുള്ള ചുണ്ടും ചുണ്ടിന്റെ വട്ടും ആ വട്ടിന്റെ ഓരോ വട്ടിന്റെ ഇടയിൽ 1,000 മലക്കൊക്കെ പറഞ്ഞത്. ഈ വിധത്തിൽ 4 കാലുള്ള നരകത്തെ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം, നരകത്തെ കാക്കുന്ന മാലിക്കിന്റെ നിർദ്ദേശപ്രകാരം നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി മലക്കുകൾ നിലപ്പെടുമ്പോൾ നരകം ആകെ ഉലയ്ക്കും അവരെ. അതിനിടയിൽ നിയന്ത്രിച്ച് പിടിച്ച് കടിഞ്ഞാൻ പിടിക്കുന്ന മലക്കുകൊണ്ട് പിടിവിട്ടുകൊണ്ട് കുന്തിരിയെടുത്ത് വെകടിയെടുത്ത് ഓടുന്ന കാളയെപ്പോലെ നരകം ഓടിയിട്ട് മഹ്ശറിൽ നടുനിരന്ന ജനങ്ങളുടെ മുൻപിലേക്ക് എത്തപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
അതിനിടയിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്വാസം വിടുന്നത് ഒരൊറ്റ നിശ്വാസത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ ആളുകൾ ഭയവിഹ്വലരായി പേടിച്ച് വിറച്ചുപോയി. അമ്പിയാക്കന്മാർ മുട്ടുകുത്തിപ്പോയി. ആളുകളെല്ലാം കമഴ്ന്നു വീണുപോയി. മൂന്നാമത്തെ മുടക്കത്തിന്റെ സമയത്ത് ആളുകൾ ഒന്നിച്ച് മുഖം കുത്തി വീണുപോയി. ആ മുഖം കുത്തി വീണ നേരത്ത് നരകം ഹാജരായി. എല്ലാവരും മുഖം കുത്തി മുകളിലേക്ക് കണ്ണുമുഖത്തേക്ക് നട്ടുകൊണ്ട് നോക്കി.